ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം BSc ഫിസിക്സ് അല്ലെങ്കിൽ BSc കെമിസ്ട്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ വന്ന നല്ലൊരു അവസരമാണ് RRB CMA എന്ന് പറയുന്നത്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. നമുക്കറിയാം ഇതൊരു ലെവൽ 6 പോസ്റ്റാണ്. RRB JEയുടെ നോട്ടിഫിക്കേഷൻ്റെ കൂടെയാണ് ഈ ഒരു പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 35,400 ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെയും വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് 63 ആണ്. അപ്പം RRB CMA പോസ്റ്റിനായിട്ട് RRB JEയുടെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 63 വേക്കൻസീസ് ആണ് ഈ ഒരു പോസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഇതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ, ഇപ്പോൾ BSc ഫിസിക്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ BSc കെമിസ്ട്രി കഴിഞ്ഞവർ വിത്ത് മിനിമം 45% മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മളോട് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് എൻക്വയറീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇതിൻ്റെ വേക്കൻസിയുടെ നമ്പർ, അതായത് 63 വേക്കൻസീസേ ഉള്ളൂ എന്ന് കരുതിയിട്ട്, ഇപ്പോൾ വേക്കൻസി കുറവാണല്ലോ, ഓൾ ഇന്ത്യ എക്സാം അല്ലേ, ഇതിന് വേക്കൻസി കുറവാണ്, അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, ഇതിനു വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ 100% ഒരു 50% ആൾക്കാരും അങ്ങനെ കരുതിയിരിക്കുന്നവർ, അതായത് ഈ യോഗ്യത ഉണ്ടായിട്ടും ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാതെ ഇരിക്കുന്നവരാണ്. അപ്പോൾ അപ്ലൈ ചെയ്തവരെ സംബന്ധിച്ച് നിങ്ങൾ നല്ലൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരാളെ സംബന്ധിച്ച് ഒരു വേക്കൻസിയുടെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമുക്ക് ജോലിക്ക് കയറാൻ ഒരൊറ്റ വേക്കൻസിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു വേക്കൻസിക്കായിട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പം ഇപ്പോൾ വേക്കൻസി കുറവായിട്ടുള്ളത് നിങ്ങൾക്കതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. അതായത് ഇപ്പം ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാതെ ഇതിന് പഠിച്ചിട്ട് കാര്യമില്ല, ഇതിന് വേക്കൻസി കുറവാണ്, അങ്ങനത്തെ റീസൺസ് പറഞ്ഞ് ഈ എക്സാമിൽ നിന്ന് മാറി നിൽക്കുന്നവരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വളരെ നല്ലൊരു പോസിറ്റീവാണ്. അതായത് നിങ്ങളുടെ ചാൻസ്, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഇവിടെ വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ്റെ ടൈം എന്ന് പറയുന്നത് December 10 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്തവരും ഇപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്തവരൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു അവസരമാണിത്. അപ്പം ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്റ്റുഡൻസ് ഇതിന് വേക്കൻസി കുറവാണ്, 63 വേക്കൻസി ഉള്ളൂ, ഓൾ ഇന്ത്യ എക്സാം ആണ്, എക്സാം ടഫ് ആയിരിക്കും, അല്ലെങ്കിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും, ഇത് കിട്ടാനുള്ള ചാൻസ് കുറവാണ് എന്നൊക്കെ ഉള്ള റീസൺസ് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ഇതിനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ജോലി കിട്ടാനുള്ളൊരു പ്രോബബിലിറ്റി കൂടുവാണ്. അതായത് കോമ്പറ്റീഷൻ ലെവൽ കുറയും. അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കുറയുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ലെവൽ കുറയും. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തവർ നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള ചാൻസസ് കൂടും. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. വേക്കൻസി കുറവാണെന്ന് കരുതിയിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത്, അപ്ലൈ ചെയ്തവരെ പഠിക്കാതിരിക്കരുത്. മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പ്രീവിയസ് ഇയർ എക്സാംസ് അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. നമുക്കറിയാം CMAയുടെ CBT 1 മറ്റ് RRB എക്സാംസിന്റെ CBT 1 സിമിലർ ആണ്. അതായത് JEയുടെ CBT 1 സെയിം തന്നെ RRB CMAയുടെ CBT 1 എന്ന് പറയുന്നത്. അപ്പം ALPയുടെ CBT 1 കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് റെയിൽവേ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം എല്ലാ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നമ്മുടെ RRB CMAയുടെ എക്സാമിനായിട്ട് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ RRB CMAക്കായിട്ട് പ്രീമിയം ലൈവ് ബാച്ചസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.